പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കേരള PSCയുടെ ഈ ആഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളെ കുറിച്ചും വാർത്തകളെ കുറിച്ചുമാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ വാർത്ത എന്ന് പറയുന്നത് പുതിയ 57 തസ്തികകളിലേക്ക് കേരള PSC വിജ്ഞാപനം ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഗസറ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 30/7/2022 ആണ്. ഇതിന്റെ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി എന്ന് പറയുന്നത് ഓഗസ്റ്റ് 31 രാത്രി 12 മണി വരെയാണ് കേട്ടോ. അങ്ങനെ മൊത്തം 57 തസ്തികകളിലേക്കാണ്. കാറ്റഗറി നമ്പർ 249 മുതൽ കാറ്റഗറി നമ്പർ 303 വരെയുള്ള തസ്തികകളിലേക്കാണ് നിലവിൽ ഇപ്പോൾ കേരള PSC വിളിച്ചിട്ടുള്ളത്. ഇതിലെ 249ാമത്തെ തസ്തിക എന്ന് പറയുന്നത് ചീഫ് ഇൻഡസ്ട്രി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചറൽ ഡിവിഷൻ എന്ന് പറഞ്ഞിട്ട് കേരള സംസ്ഥാന ആസൂത്രണ ബോർഡ് അല്ലെങ്കിൽ പ്ലാനിംഗ് ബോർഡിലേക്കുള്ളതാണ് 249ാമത്തെ തസ്തിക. 250 എന്ന് പറയുന്നത് നമ്മുടെ ലെക്ചറർ ഇൻ ഓട്ടോമൊബൈൽ സാങ്കേതിക വിദ്യാഭ്യാസത്തിലേക്കുള്ളതാണ്. അതുപോലെ 251 എന്ന് പറയുന്നത് നമ്മുടെ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജുകളിലേക്കുള്ള ലെക്ചററുകളുടെ പോസ്റ്റ് ആണ്. അങ്ങനെ ഒരുപാട് തസ്തികകളിലേക്ക് ഞാൻ പറഞ്ഞില്ല 57 തസ്തികകളിലേക്കാണ് ഇപ്പോൾ PSC വിളിച്ചിട്ടുള്ളത്. അതിൽ സീനിയർ ഡ്രില്ലർ, അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റീഷ്യൻ, അതുപോലെ ജൂനിയർ മാനേജർ ആൻഡ് അക്കൗണ്ടന്റ്, പിന്നെ നമ്മുടെ റിപ്പോർട്ട് ഗ്രേഡ് 2, അതേപോലെ തന്നെ ബ്ലൂ പ്രിന്റർ ഹൈഡ്രോഗ്രാഫിക് സർവേ വിഭാഗം, അങ്ങനെ ഒരുപാട് തസ്തികകളിലേക്ക്. പിന്നെ ഒരു ഡ്രൈവറിനെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോ നമ്മുടെ ലൈസൻസും കാര്യങ്ങളൊക്കെ ഉള്ളവരെ അതൊന്ന് ശ്രദ്ധിക്കുക. ഒരു കാറ്റഗറി നമ്പർ 267/2022 എന്ന് പറയുന്ന ജയിലിലേക്കുള്ള ഡ്രൈവറിന്റെ തസ്തികയിലേക്ക് ഇപ്പോ നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. അപ്പൊ ആ കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റുകളും അതുപോലെ തന്നെ ജില്ലാ തലത്തിലുള്ളത് സംസ്ഥാന തലത്തിലുള്ളതുമായിട്ടുള്ള NCA റിക്രൂട്ട്മെന്റ്, ജനറൽ റിക്രൂട്ട്മെന്റ്, അങ്ങനെ ഒരുപാട് തസ്തികകളിലേക്ക് ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെയാണ് നിങ്ങളുടെ തസ്തികകളെന്ന് നിങ്ങൾ പ്രൊഫൈൽ എടുത്തൊന്ന് നോക്കുക. പ്രൊഫൈൽ എടുത്ത് ചെക്ക് ചെയ്യുക. 249 മുതൽ 303 വരെയാണ് ഈ ഒരു തസ്തികയുടെ ഗ്യാപ്പ് വരുന്നത്. ഓക്കെ, അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഓഗസ്റ്റ് 31 മുന്നേ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, രണ്ടാമത്തെ വാർത്ത എന്ന് പറയുന്നത് നമ്മളെല്ലാവരും അറിഞ്ഞതാണ് നമ്മുടെ ലാസ്റ്റ് ഗ്രേഡിന്റെ റാങ്ക് ലിസ്റ്റുകൾ നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പോൾ റാങ്ക് ലിസ്റ്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള നിയമനങ്ങൾ ഒരു മാസത്തിനകത്ത് തന്നെ കേരള PSC സ്റ്റാർട്ട് ചെയ്യുമെന്ന് ഇവിടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അങ്ങനെ നിലവിൽ ഇപ്പോ 1174 ഒഴിവുകളാണ് നമ്മുടെ കേരളത്തില് മൊത്തത്തിൽ LGSനുള്ളത്. മുൻ ലിസ്റ്റിലെ ശുപാർശ എന്ന് പറയുന്നത് 8255 പേർക്ക് ശുപാർശ പോയിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും നിങ്ങൾ റാങ്ക് ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ടവരൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് വെയിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ശുപാർശയും അതുപോലെ തന്നെ നിങ്ങളുടെ നിയമനത്തിന്റെ ലെറ്റേഴ്സും നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും വരാം. അതുപോലെ സെപ്റ്റംബർ 29 വരെയുള്ള ഒഴിവുകൾ മാറ്റിവെക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, സെപ്റ്റംബർ 29 വരെയുള്ള ഒഴിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങളുടെ നിയമനങ്ങൾ നടക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇതുവരെ റിപ്പോർട്ട് ചെയ്ത ഒഴിവുകൾ ഓരോ ജില്ലയുടേതും ഒന്ന് പെട്ടെന്ന് നോക്കി പോവാം. അപ്പൊ നിലവില് ഇപ്പൊ തിരുവനന്തപുരത്താണെങ്കിൽ 156 ഒഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മുൻ ലിസ്റ്റിലെ നിയമന ശുപാർശകൾ 1023 പേർക്ക് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ കൊല്ലത്തിലാണെങ്കിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്യുന്നു പറഞ്ഞാൽ സെപ്റ്റംബർ വരെയാണല്ലോ, സെപ്റ്റംബറിൽ വരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് 77 ഒഴിവുകളാണ്. അതുപോലെ തന്നെ മുൻ ലിസ്റ്റിലെ നിയമന ശുപാർശ എന്ന് പറയുന്ന 613 പേർക്ക് പോയിട്ടുണ്ട്. അതുപോലെ പത്തനംതിട്ട ജില്ലയിൽ 72 ഒഴിവുകളാണ്. മുൻ ലിസ്റ്റില് 372 പേർക്ക് ശുപാർശ പോയിട്ടുണ്ട്. അതുപോലെ ആലപ്പുഴയിൽ 61 ഒഴിവുകളാണ്. 447 പേർക്ക് ശുപാർശ പോയിട്ടുണ്ട്. കോട്ടയത്താണെങ്കിൽ 61 ഒഴിവുകളാണ്. 435 പേർക്കാണ് ശുപാർശ പോയിട്ടുള്ളത്. ഇടുക്കിയിലാണെങ്കിൽ 79 ഒഴിവുകളാണുള്ളത്. 419 പേർക്ക് നിയമന ശുപാർശ പോയിട്ടുണ്ട്. എറണാകുളത്താണെങ്കിൽ 131 പേർക്കാണ് 131 ഒഴിവുകളാണ് ഉള്ളത്. അതിലേക്ക് 819 പേർക്ക് ശുപാർശ പോയിട്ടുണ്ട്. തൃശ്ശൂർ 100 ഒഴിവുകളാണ്. 697 പേർക്ക് അതിന്റെ ശുപാർശകൾ പോയിട്ടുണ്ട്. പാലക്കാട് 89 ആണ്. അതുപോലെ തന്നെ മലപ്പുറം 87, കോഴിക്കോട് 104 ഒഴിവുകൾ, വയനാട് 28 ഒഴിവുകളേ ഉള്ളൂ. കണ്ണൂരാണെങ്കിൽ 94 ഒഴിവുകൾ, കാസർഗോഡ് ആണെങ്കിൽ 35 ഒഴിവുകൾ. അങ്ങനെ ആകെ മൊത്തത്തിൽ 1174 ഒഴിവുകളാണ് പോയിട്ടുള്ളത്. അപ്പൊ ഈ 1174 ഒഴിവുകൾ നമുക്ക് നിലവിലുണ്ട്. കഴിഞ്ഞ വർഷത്തെ നിയമന ശുപാർശകൾ പോയിട്ടുള്ളത് 8255 പേർക്കാണ് നിയമന ശുപാർശകൾ കഴിഞ്ഞ വർഷം പോയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ LGSന്റെ റാങ്ക് ലിസ്റ്റുമായിട്ട് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ റാങ്ക് ലിസ്റ്റ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. കാരണം SIയുടെ ഒക്കെ റാങ്ക് ലിസ്റ്റ് ഓൾറെഡി വന്നിട്ടുണ്ടല്ലേ, മെയിൻസിലേക്കുള്ള ലിസ്റ്റ് നിലവിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ റാങ്ക് ലിസ്റ്റുകൾ എപ്പോഴാണ് എന്നതിനെ കുറിച്ച് ഒരുപാട് പേര് കമന്റുകളായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പൊ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റ് അല്ലെങ്കിൽ അർഹതാ ലിസ്റ്റ് എന്ന് പറയുന്നത് 2 മാസത്തിനകത്ത് തന്നെ ഉണ്ടാവുമെന്നാണ് കേരള PSC ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ ഓൾറെഡി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ
ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പെട്ടെന്ന് വരത്തില്ല, കാരണം എന്തൊക്കെയോ ലീഗൽ ഫോർമാലിറ്റീസ് ഉണ്ടെന്നൊക്കെയാണ് നമുക്ക് അറിയാനായിട്ട് കഴിഞ്ഞത്. അപ്പൊ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ അർഹതാ ലിസ്റ്റ് 2 മാസത്തിനകം പ്രസിദ്ധീകരിക്കാൻ PSC തീരുമാനിച്ചിട്ടുണ്ട്. ജൂലൈ 25-ന് ചേർന്ന PSC യോഗമാണ് ലിസ്റ്റിന് അംഗീകാരം നൽകിയത്. അർഹതാ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് മെയിൻ പരീക്ഷ നടത്തുന്നതായിരിക്കും. ഇതിൽ ജയിക്കുന്നവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് സാധ്യതാ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും പൂർത്തിയാക്കിയ ശേഷമായിരിക്കും എന്ത് ചെയ്യുക, റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക. അപ്പൊ എന്തായാലും 2 മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ 2 മാസത്തിനകത്ത് എന്തുണ്ടാവും, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ റാങ്ക് ലിസ്റ്റ് ഉണ്ടാവും എന്ന് നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെ IRB പരീക്ഷ, IRBയുടെ ഇന്ത്യ റിസർവ് ബറ്റാലിയന്റെ പോലീസിലെ പരീക്ഷ ഓഗസ്റ്റ് 29-ന് നടത്തും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഫിസിക്കലിന്റെ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പൊ ഇനി നടത്താനായിട്ട് പോകുക അതിന്റെ റിട്ടേൺ എക്സാം ആണ്. അപ്പൊ ശ്രദ്ധിക്കുക, ഇന്ത്യ റിസർവ് ബറ്റാലിയന്റെ കമാൻഡോ വിഭാഗത്തിലേക്കുള്ള പോലീസ് കോൺസ്റ്റബിളിന്റെ എൻഡുറൻസ് ടെസ്റ്റ് ജയിച്ചവർക്കുള്ള OMR പരീക്ഷ ഓഗസ്റ്റ് 29-നാണ്. ഡേറ്റ് ശ്രദ്ധിക്കണേ, ഓഗസ്റ്റ് 29-നാണ് നടത്താനായിട്ട് PSC ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. സമയം നോക്കുകയാണെങ്കിൽ രാവിലെ 7:15 മുതൽ 9:15 വരെയാവും പരീക്ഷ നടക്കുക. അപ്പോൾ ചോദ്യ പേപ്പർ മലയാളം, തമിഴ്, കന്നഡ ഭാഷകളിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വിശദമായിട്ടുള്ള സിലബസ് കേരള PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഓഗസ്റ്റ് 16 മുതൽ ഓഗസ്റ്റ് 29-ന് പരീക്ഷയാണ്. ഓഗസ്റ്റ് 16 മുതൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ പ്രൊഫൈലിൽ നിന്നും എൻഡുറൻസ് ടെസ്റ്റ് ജയിച്ചവർക്ക് പ്രൊഫൈലിൽ നിന്നും നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ KWA അസിസ്റ്റന്റ് എഞ്ചിനീയറിന്റെ സിലബസിനെതിരെ വ്യാപക പരാതി ഇപ്പോൾ നിലവിൽ വരുന്നുണ്ട്. വാട്ടർ അതോറിറ്റിയാണ് കേട്ടോ, വാട്ടർ അതോറിറ്റിയുടെ സിലബസ് ആണ് സംഭവം. ഞാൻ എന്താണെന്ന് വായിച്ചു തരാം. അപ്പോൾ വാട്ടർ അതോറിറ്റിയുടെ അസിസ്റ്റന്റ് എഞ്ചിനീയറിന്റെ പരീക്ഷയ്ക്കെതിരെ പരാതികൾ വലിയ തോതിൽ തന്നെ പരാതികൾ പോകുന്നുണ്ട്. ഒക്ടോബർ 15-ന് നടക്കുന്ന പരീക്ഷയിൽ ഒരു വിഭാഗം ഉദ്യോഗാർത്ഥികൾക്ക് മേൽക്കൈ ലഭിക്കുന്ന രീതിയിലുള്ള സിലബസുകൾ തയ്യാറാക്കി എന്ന് പറഞ്ഞാണ് ഇപ്പോൾ കേരള വാട്ടർ അതോറിറ്റിയുടെ അസിസ്റ്റന്റ് എഞ്ചിനീയറിന്റെ സിലബസിനെതിരെ ഒരുപാട് പരാതി വരുന്നത്. എന്നാൽ ഈ ഒരു കാര്യം അംഗീകരിക്കാമെന്നും അതുപോലെ തന്നെ ആവശ്യമാണെങ്കിൽ സിലബസ് തിരുത്തി പുതിയ സിലബസിലോട്ട് മാറാമെന്നും കേരള PSC അറിയിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും അങ്ങനെ ഒരു പരിഹാരം കൂടി കേരള PSC കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അറിഞ്ഞതാണ്, നമ്മുടെ കേരള PSC നമ്മുടെ ഈ ഒരു LGSന്റെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നമുക്ക് മാറണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ലിസ്റ്റിൽ നിന്ന് ഒഴിവാകാൻ എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പറയുന്നത് PSCയുടെ ലിസ്റ്റിൽ നിന്ന് ഒഴിവാകാനായിട്ട് ഇനി പ്രത്യേക അപേക്ഷാ ഫോം കൊടുക്കേണ്ടതായിട്ടുണ്ട്. കാര്യം പലരും പല രീതിയിൽ അപേക്ഷാ ഫോം കൊടുക്കുന്നത് കാരണം എല്ലാവരുടെയും ഒരുപോലെ തന്നെ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അതുകൊണ്ട് ഇതിനൊരു സ്റ്റാൻഡേർഡ് ഫോം ഉണ്ട്. ആവശ്യമുള്ളവർ, അങ്ങനെ ഒഴിവാകാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, ഈ ഒരു QR കോഡ് നിങ്ങൾ ജസ്റ്റ് ഇപ്പൊ തന്നെ നിങ്ങളൊന്ന് സ്കാൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിന്റെ ആയിട്ടുള്ള മാതൃക കാണാനായിട്ട് കഴിയുന്നതാണ് കേട്ടോ. അപ്പൊ അതിൻ്റെതായ ഒരു സ്റ്റാൻഡേർഡ് ഫോം ഉണ്ട്. ഈ PSCയുടെ സ്റ്റാൻഡേർഡ് ഫോമിൽ നിങ്ങൾ അപേക്ഷ കൊടുത്താൽ മാത്രമേ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ അറിഞ്ഞതാണ്, നമ്മുടെ ആധാറും PSC ആയിട്ട് ലിങ്ക് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരുപാട് പേര് അത് ചെയ്തിട്ടില്ലായിരുന്നു. എന്നാൽ നിലവില് ഇപ്പൊ PSC നിയമന നടപടികൾ ഇനി ആധാർ അധിഷ്ഠിതം മാത്രമാക്കും എന്ന് പറയുന്നുണ്ട്. അപ്പൊ എല്ലാവരും ആധാറിൽ എന്തെങ്കിലുമൊക്കെ കംപ്ലൈന്റ് ഉള്ളവരോ ആധാർ അപ്ഡേറ്റ് ചെയ്തവരൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആധാറൊക്കെ അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. കാരണം ഇനി നിങ്ങളുടെ നിയമനങ്ങൾ കംപ്ലീറ്റ്ലി ആധാർ ബേസ്ഡ് ആയിരിക്കും കേട്ടോ. അപ്പൊ ആ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ അടുത്ത വാർത്ത എന്ന് പറയുന്നത് SIയുടെ റാങ്ക് ലിസ്റ്റിനെ കുറിച്ചാണ്. അപ്പൊ നമ്മൾ ഓൾറെഡി കണ്ടതാണ്, സബ് ഇൻസ്പെക്ടറിന്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചില്ല. സാമാന്യം നല്ല കട്ട് ഓഫ് തന്നെയായിരുന്നു. നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല ഈ ഒരു കട്ട് ഓഫ് ലെവലിലേക്ക് ഉയരുമെന്ന്. പക്ഷേ കട്ട് ഓഫ് ഇത്രയും ഉയർന്നിട്ടും ഇപ്പോഴത്തെ ലിസ്റ്റിനകത്തുള്ളത് 6338 പേരുടെ SIയുടെ റാങ്ക് ലിസ്റ്റാണ് നമുക്ക് ഇപ്പൊ കാണാനായിട്ട് കഴിഞ്ഞത്. അപ്പൊ കട്ട് ഓഫ് ഉയർത്തി എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞിട്ട് ഇനി കാര്യമില്ല. കാരണം ഈ കട്ട് ഓഫിലേക്ക് ഉയർന്ന് പഠിക്കുന്നവര് നിലവിൽ ഇപ്പോൾ കേരളത്തിനകത്ത് ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ നിങ്ങളുടെ പഠന നിലവാരം ഉയർത്തുക എന്നുള്ളത് മാത്രമേ ഇനി കേരള PSCയുടെ റാങ്ക് ലിസ്റ്റിനകത്ത് ഇടം പിടിക്കാനുള്ള ഒരേ ഒരു മാർഗമായിട്ട് നിലവിലുള്ളൂ. കാരണം കട്ട് ഓഫ് വന്നിട്ടുള്ള മാർക്കുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. 48 അതുപോലെ തന്നെ 50 മാർക്കുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് നിലവിൽ ഇപ്പോ സെക്രട്ടേറിയറ്റ് നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിമിനറിയുടെ പരീക്ഷയ്ക്കകത്ത് വരുന്നുണ്ട്. അപ്പൊ ആ ലെവലിലേക്ക് ആൾക്കാർ എന്നിട്ടും ആ ലിസ്റ്റിനകത്തേക്ക് ഇത്രയും ആൾക്കാർ വരുന്നുള്ളതാണ്. അപ്പൊ എന്ത് ചെയ്യുക, പഠന നിലവാരം ഉയർത്തുക, കാര്യങ്ങൾ കുറച്ചും കൂടി നന്നായി പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തൊരു വാർത്ത എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. 57 തസ്തികകളിലേക്ക് PSC വിജ്ഞാപനം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രൊഫൈലുകൾ ഒന്ന് ചെക്ക് ചെയ്യുക. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു 249/2022 മുതൽ 303/2022 വരെയാണ് എന്ത് ചെയ്യുന്നത് നിലവിൽ ഇപ്പോ 57 തസ്തികകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുകൂടി അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും വാർത്തകളാണ് നമ്മുടെ ഈ ആഴ്ചത്തെ കേരള PSCയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയാനുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞവരെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പൊ എന്തായാലും പുതിയൊരു വീഡിയോ ക്ലാസ്സും ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.